ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഏകദേശം ഒരു 4:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതും പിന്നെ കപ്പയൊക്കെ നടന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കിളുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പം ഞാൻ എൻ്റെ വീട്ടിലെയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. അപ്പം നമ്മൾ ഈ ചാക്കിനകത്ത് പാകി നിർത്തിയിരിക്കുന്നത് തക്കാളിയുടെ തൈയാണ്. തക്കാളിയുടെ വിത്ത് നമ്മൾ പാകി ഇനിയിപ്പം തൈയായിട്ട് കിളുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി നടണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ നട്ട് കാണിക്കുന്നത് പയറാണ്. നമ്മുടെ നീളം പയറുണ്ടല്ലോ, അതിൻ്റെ വിത്ത് പാകി നിർത്തിയേക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതിന് വൈകുന്നേരം ആയ സമയമായതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് നനച്ച് വിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ഭയങ്കര ചൂടല്ലേ, അപ്പം നനച്ച് വിട്ടതാണ്. ഇതിനി നമ്മളിങ്ങനെ കുറേ കമ്പ് കുത്തി കൊടുത്ത് ഇങ്ങനെ കയറി വരും. അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഇത് മണ്ടയിലോട്ട് നോക്കുമ്പം പന്തലിലാണല്ലോ, അപ്പം പന്തലിൽ കയറി അതങ്ങ് കായ്ച്ചോളും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 പയറൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങ് ഇട്ടതേ ഉള്ളൂ, അധികം ആയിട്ടില്ല. അതുകൊണ്ട് റെഡ് കളറാണ് പയർ വരുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ പയറൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഇടയ്ക്ക് കറിക്കൊക്കെ കിട്ടും. നാടൻ അതുകൊണ്ട് വലിയ വളമൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ കയറി പോകുന്നത് പാവലാണ്. പാവയ്ക്ക അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. പാവയ്ക്ക തീയൽ ഇഷ്ടമാണ്, പാവയ്ക്ക അച്ചാർ ഇഷ്ടമാണ്. ഇത് കുഞ്ഞ് കുരുടിപ്പാവലാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ പാവയ്ക്ക ഉണ്ടായാൽ. ഇത് ഒത്തിരി കിട്ടിയാലേ നമുക്കൊന്ന് തോരൻ വെക്കാൻ പറ്റത്തുള്ളൂ. ഇതും തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് താളൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അധികം കയ്പൊന്നും ഇല്ലാതെ കിട്ടും. അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള ആണ്. ഇപ്പോൾ ഈ കാണുന്നത് പച്ചമുളകാണ്. അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അധികം അതിലില്ല. ഇടയ്ക്ക് ഉണ്ടായൊക്കെ വരുന്നുണ്ട്. പച്ചമുളക് വലിയ എരിവില്ലാത്ത സൈസാണ്. അപ്പം നമുക്ക് എല്ലാ കറികൾക്കും ഇത് ഇടാം. അപ്പം നമുക്ക് അധികം കറിയിൽ നിന്ന് എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എരിവില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് കണ്ടില്ലേ, കറിവേപ്പില. അപ്പം നമുക്ക് അത്യാവശ്യം എന്നും ആവശ്യം ഒരു കാര്യമാണ് കറിവേപ്പ്. അപ്പം കറിവേപ്പും അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ കയറി പോകുന്നതാണ് കോവൽ. നമ്മൾ കോവലിൻ്റെ തണ്ട് കുഴിച്ച് വെച്ച് അതിങ്ങനെ വള്ളിയായിട്ട് കയറി പോവുകയാണ്. കായ്ച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് നട്ടിട്ട് കുറച്ചായതേ ഉള്ളൂ. പിന്നെ ഇതാണ് കപ്പ. ഇത് വേറെ ഒരു സൈസ് കപ്പയാണ്. എന്തോ ഷുഗറിനൊക്കെ എല്ലാവരും കഴിക്കുന്ന ടൈപ്പ് കപ്പയാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. ഇതിൻ്റെ ഇല കണ്ടോ, മറ്റ് കപ്പയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര മെലിഞ്ഞതാണ്. പിന്നെ നമുക്കിത് ബ്ലോക്കിൽ നിന്ന് കിട്ടിയ പ്ലാവായിരുന്നു. അപ്പോൾ പ്ലാവ് കായ്ച്ചിട്ടുണ്ടായിരുന്നു. 2-3 ചക്കയൊക്കെ ഉണ്ട്. പിന്നെ പയറും പാവലും എല്ലാം ജസ്റ്റ് നട്ടിരിക്കുന്നു, ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. കൊക്കോയാണ്. കൊക്കോ ഫുള്ള് അണ്ണാൻ കൊണ്ടുപോകും. അപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് കവറിനകത്തൊക്കെ ഇട്ടാക്കി വെച്ചേക്കുന്നതാണ്. മേലോട്ട് നോക്കിയാൽ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇതെല്ലാം അണ്ണാൻ കൊണ്ടുപോയി അതിൻ്റെ അരി മൊത്തം തിന്ന് തീർക്കും. നമുക്ക് അധികമൊന്നും ഇതിനകത്തൊന്നും കിട്ടാനില്ല. പിന്നെ ഇത് കുരുമുളക് നമുക്കെല്ലാം വേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ ഇത് നമുക്ക് കിട്ടാറില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ കോഴിയാണ്. കോഴിക്ക് 4 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ 3 പേര് ഭയങ്കര ചൂടായതുകൊണ്ട് അതുങ്ങൾ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കോഴിക്കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഇതിലേക്കൂടെ ഒക്കെ നടക്കും. ഭയങ്കര ശല്യമൊക്കെയാണ്, എന്നാലും നമ്മൾ നോക്കാറൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, വീണ്ടും നമ്മൾ കുറച്ച് കപ്പ താഴെ ഭാഗത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഇത് വീണ്ടും പാവലാണ്. ഇത് പന്തലിലേക്ക് കയറിയ പാവലാണ്. ഉടനെ തന്നെ കായ്ക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഒന്നും അറിയില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്